മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ അധിക്ഷേപ പരാമർശവുമായി CPIM നേതാവ് എം മണി. വി ഡി സതീശൻ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ആൾ, എല്ലാവർക്കും സൗജന്യം നൽകുമെന്ന് പറഞ്ഞാണ് വി ഡി സതീശൻ അധികാരത്തിലെത്തിയത്. എന്നാൽ എല്ലാവരെയും അദ്ദേഹം പറ്റിച്ചെന്നും എം മണി പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. വി ഡി സതീശൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇത്രയും വലിയ നയവഞ്ചകനില്ല എന്ന കാര്യം ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന കണ്ടാസ് ഒന്നരനാണെങ്കിൽ പോലും ഉള്ളിൽ വന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേക ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അവിടെ മധുര മനോഹരമായി നന്നായി ചിരിക്കും, വെളുത്ത ആളാണ്, കണ്ട ചിരി കണ്ടെന്ന വീണുപോകും. പക്ഷേ ഒന്നാം തരം തട്ടിപ്പുകാരനായ ആണ് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്നും. രാഹുൽ, പൊതുപരിപാടിക്കിടെയാണ് ഇത്തരത്തിലൊരു പരാമർശമെന്ന് മനസ്സിലാക്കുന്നു. ഇതെവിടെയായിരുന്നു? എന്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ? ഇന്ന് മൂന്നാറില് CPIM നേതാവായിരുന്ന അബ്ദുൾ ഖാദറിന്റെ അനുസ്മരണം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് എം മണിയുടെ ഈ അധിക്ഷേപ പരാമർശം മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള സംസ്ഥാനത്ത് ആളുകൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പ് വരുത്തിയത് മുൻ LDF സർക്കാരുകളാണ്. ഇപ്പോഴത്തെ സർക്കാർ, അതായത് വി ഡി സതീശൻ സൗജന്യം വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള പ്രയോജനവും ആളുകൾക്കുണ്ടാകില്ല എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ വി ഡി സതീശനെ അധിക്ഷേപിച്ചത്. വി ഡി സതീശൻ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ആൾ എന്ന് പറഞ്ഞു. പിന്നീട് കണ്ടാൽ സുന്ദരനാണെങ്കിലും ചെകുത്താന്റെ സ്വഭാവമാണ് എന്നതായിരുന്നു അധിക്ഷേപം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കുന്നതിനൊപ്പം കേരളത്തിലെ വി ഡി സതീശൻ സർക്കാരിനെതിരെ പ്രതിഷേധം ഉണ്ടാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് എം മണി പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തത്. ശരി, മൂന്നാറിൽ നടന്ന പൊതുപരിപാടിയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെ അധിക്ഷേപിച്ച എം മണിയുടെ പ്രസംഗം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.